ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള എക്കണോമിയുടെ PYQ മെയിൻസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ KS എക്സാമിനേഷൻ്റെ PYQയിൽ ചോദിച്ചിട്ടുള്ള, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മെയിൻസ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ സോഴ്സുകൾ എങ്ങനെയായിരിക്കും, ആ ക്വസ്റ്റ്യനോടുള്ള നമ്മുടെ അപ്രോച്ച്. ഓക്കെ, സോ ഈ ഒരു അപ്രോച്ച് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സോഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെ സോഴ്സിൽ നിന്നായിരിക്കും നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അതായത് ഒരു പെരിഫറൽ സ്റ്റഡി മാത്രം നടത്തി കഴിഞ്ഞാൽ KS എക്സാമിനേഷന്റെ മെയിൻസ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഓക്കെ, ഇപ്പൊ കേരള എക്കണോമി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈം കൺസ്ട്രെയിൻസ് കാരണം ഒരു പെരിഫറൽ ആയിട്ട് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ബട്ട് അതിൽ നിന്ന് റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ചൊരു ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കേരള എക്കണോമി അപ്രോച്ച് ചെയ്യണം. അപ്പം നമ്മുടെ പ്രിലിംസ് ഓൾറെഡി ലൈക്ക് പ്രിലിംസ് പ്ലസ് മെയിൻസ് ക്ലാസ്സസ് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പാരലൽ ആയിട്ട് വരുന്നതാണ് ഈ പറയുന്ന മെയിൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ ഹിസ്റ്ററിയുടെ അനാലിസിസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്, ആപ്പിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള എക്കണോമിയുടെ അനാലിസിസ് ആണ്. വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം, അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓരോ സെഷൻസിനും എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്, വിത്ത് സോഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇനി വരുന്ന ഫ്യൂച്ചറിൽ നിങ്ങൾ 2025 കൊടുക്കാൻ പോകുന്ന അറ്റംപ്റ്റും അതേ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഓൾറെഡി KS റാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, KS 2025 വേണ്ടിയിട്ട് പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ കോഴ്സ് പ്ലാൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ QR കോഡിൽ സ്കാൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ KS റാങ്ക് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ കോഴ്സ് എന്ന് പറയുന്ന സെഷൻ എടുത്തു കഴിഞ്ഞാൽ KSന്റെ അണ്ടറിൽ ഈ പറയുന്ന KS മാസ്റ്റർ കോഴ്സ് നിങ്ങൾക്ക് കാണാം. 11,000 rupees ആണ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. ഇനി അതല്ല പ്രിലിംസ് സ്പെസിഫിക്സ് മാത്രം വരുന്നുണ്ടെങ്കിൽ അതിന് 1,000 rupees ആണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം, ഡയറക്റ്റ്ലി ഇവിടെ പർച്ചേസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 7012173900 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ഫ്രീ ട്രയൽ എടുക്കാൻ വേണ്ടിയിട്ട് 1 day ട്രയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സിന് ജോയിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ആ ഒരു ഫെസിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡിസ്കഷൻ കേരള എക്കണോമി PYQ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓരോ PYQ ക്വസ്റ്റ്യൻസ് എടുക്കും, എന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യന്റെ ഫ്രെയിം വർക്ക് എങ്ങനെയാണ് വരേണ്ടത് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് അതിന്റെ സോഴ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഈ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. പ്രൊഡക്ഷൻ ഓഫ് റൈസ് ഇൻ കേരള രജിസ്റ്റേർഡ് ഇൻക്രീസിംഗ് ട്രെൻഡ് ഇൻ റീസെന്റ് ഇയേഴ്സ്. ഹൈലൈറ്റ് ദ സ്പെസിഫിക് ഇനീഷ്യേറ്റീവ്സ് ഓഫ് ദി കേരള ഗവൺമെന്റ് ദാറ്റ് ഹെൽപ്ഡ് അച്ചീവിംഗ് ദിസ്. ഡെഫിനറ്റ്ലി നമുക്കറിയാം ഈ KS എക്സാമിനേഷൻ നടക്കുന്നത് 2021 സമയത്താണ്. ഓക്കെ, സോ ഈ ഒരു ഇയറിലാണ് എന്ത് ചെയ്യുന്നത്, KSന്റെ മെയിൻസ് എക്സാമിനേഷൻ നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി ഈ ഒരു ചോദ്യത്തിന് കറണ്ട് അഫയേഴ്സ് റെലവൻസ് ഉണ്ട്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് റെലവൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ബഡ്ജറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് 2020-21 നമ്മുടെ റൈസ് പ്രൊഡക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ റൈസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടോട്ടൽ റൈസ് കൾട്ടിവേഷൻ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 2 lakh hectares ആണ്. ഓക്കെ, 2 lakh hectares ആണ് നമ്മുടെ ടോട്ടൽ റൈസ് കൾട്ടിവേഷൻ വരുന്നത്. ഇതിൽ തന്നെ 1.6 lakh hectares എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ഇറിഗേറ്റഡ് ഏരിയാസ് ആണ്. ഓക്കെ, ഇത് ഇറിഗേറ്റഡ് ഏരിയാസ് ആണ്. ഇങ്ങനെ ഈ ടോട്ടൽ 2 lakh hectares നിന്നായിക്കൊണ്ട് 2020-21 നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് 6.5 lakh ton റൈസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 6.5 lakh ton ആണ്. അപ്പൊ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഓക്കെ, സോ ഇത്രത്തോളം റൈസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ആ വർഷം 2020-21 എന്ന് പറയുന്ന ഇയറിൽ നമ്മുടെ റൈസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ വാസ് വെരി ഹൈ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ തന്നെ ബഡ്ജറ്റ്, ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ എക്കണോമിക് റിവ്യൂലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഏതൊക്കെയാണ് സോഴ്സ് എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ചോദ്യം ചോദിക്കാം, പ്രൊഡക്ഷൻ ഓഫ് ദ റൈസ് ഇൻ കേരള രജിസ്റ്റേർഡ് ഇൻക്രീസിംഗ് ട്രെൻഡ് റീസെന്റ് ഇയേഴ്സ്.
അപ്പൊ ആ ഒരു ട്രെൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, വാട്ട് വാസ് ദ ചേഞ്ച്, ഹൗ മച്ച് ദിസ് ഹാസ് ഇൻക്രീസ്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് 5.4% ഇൻക്രീസ് കണ്ടിട്ടുണ്ടായിരുന്നു കമ്പയർഡ് ടു 2019-20 ഇയറിനോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 2021 ഓൾമോസ്റ്റ് 5.4% ഇൻക്രീസ് ഇൻ പ്രൈസ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അടുത്തത് ഹൈലൈറ്റ് ദ സ്പെസിഫിക് ഇനിഷ്യേറ്റീവ്സ് ഓഫ് ദ കേരള ഗവൺമെന്റ് ദാറ്റ് ഹെൽപ്ഡ് ഇൻ അച്ചീവിംഗ് ദിസ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് എടുത്തിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എന്താണ് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാവുന്ന ഇനീഷ്യേറ്റീവ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം ഞാനും പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കേരള ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് നമ്മൾ ഒരു എൻറ്റിയർ ഇന്ത്യ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൈസിന് ഹയസ്റ്റ് MSP പ്രൊവൈഡ് ചെയ്യുന്ന സംസ്ഥാനം, സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. ഓക്കെ, സോ കേരള ഇസ് പ്രൊവൈഡിങ് ദി ഹയസ്റ്റ് MSP ഫോർ ദ റൈസ് പ്രൊഡക്ഷൻ, ഫോർ ദി പ്രൊക്യൂർമെന്റ് ഓഫ് ദ റൈസ്. ഇനി പ്രൊക്യൂർമെന്റ് ഓഫ് ദ റൈസിലേക്ക് വരുന്ന സമയത്ത് കേരള ഗവൺമെന്റ് ഇസ് ലൈക്ക് ഡയറക്ട്ലി പ്രൊക്യൂറിങ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർമീഡിയറീസ് ഇല്ലാത്തത് കൊണ്ട് ദ ഫാമേഴ്സ് ഗെറ്റിംഗ് ഫെയർ പ്രൈസ് ഓർ ലൈക്ക് കമ്പാരിറ്റീവ്ലി ഹയർ പ്രൈസ്. എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല, സോ ദേ ആർ ഗെറ്റിംഗ് എ ഹയർ പ്രൈസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓർ ദി പ്രൊഡ്യൂസ്. ഓക്കെ, സോ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, വി ഹാവ് പ്രൊമോട്ടഡ് ഡ്രൈ ലാൻഡ് പാഡി കൾട്ടിവേഷൻ. ഓക്കെ, നമ്മൾ കരനെല്ല് എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രൈ ലാൻഡ് കൾട്ടിവേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്തു. ഇനി അതുപോലെ തന്നെ റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയാസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹാസ് ഡിക്ലെയർഡ് സ്പെഷ്യൽ പാക്കേജസ്. ഓക്കെ, സ്പെഷ്യൽ പാക്കേജസ് ഏതൊക്കെ ഏരിയാസിനാണ് വരുന്നത്, കുട്ടനാട് പാക്കേജ് വാസ് ദിയർ. ഓക്കെ, കുട്ടനാട് പാക്കേജ് വാസ് ദിയർ, that is declared. Then special package for the Palakkad, then like for the coal wetlands. Okay, coal wetlands, ഈ ഓരോ ഏരിയാസിന് വേണ്ടിയിട്ടും സ്പെഷ്യൽ പാക്കേജ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമാണോ, അല്ല, ഡെഫിനറ്റ്ലി നമ്മുടെ റൈസ് വെറൈറ്റീസ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള റൈസ് വെറൈറ്റീസിനെ ഓർഗാനിക് റൈസ് ആയിട്ട് കേരള ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് പൊക്കാളി കൾട്ടിവേഷൻ വാസ് ദിയർ. ഓക്കെ, പൊക്കാളി കൾട്ടിവേഷൻ വാസ് ദിയർ. അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള റൈസ് വെറൈറ്റീസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർഗാനിക് ആയിട്ട് ബ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഹയർ പ്രൈസ് പിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള കൾട്ടിവേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി ഇത് കൂടാതെ വേറെ എന്തും കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് നമ്മുടെ കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, കേരള അഗ്രോ മെഷീനറി കോഓപ്പറേറ്റീവ്സ്. ഓക്കെ, കേരള അഗ്രോ മെഷീനറി കോഓപ്പറേറ്റീവ്സ് ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള അഗ്രികൾച്ചർ അല്ലെങ്കിൽ മെക്കാനൈസേഷൻ സപ്പോർട്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ അവർ റൈസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി പാഡി കൾട്ടിവേഷൻ വരുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിറ്റി പാഡി കൾട്ടിവേഷൻ ഇത് എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്, ലൈക്ക് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് കുടുംബശ്രീ വരുന്നുണ്ട്. ഓക്കെ, കുടുംബശ്രീ ഇതിന്റെ അണ്ടറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രൂപത്തിലുള്ള കമ്മ്യൂണിറ്റി പാഡി കൾട്ടിവേഷൻ വരുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സ്കീമും കൂടെ ഇതിന്റെ അണ്ടറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സുഭിക്ഷ കേരളം പദ്ധതി. ഓക്കെ, സുഭിക്ഷ കേരളം പദ്ധതി ഇത്തരത്തിലുള്ള സ്കീമും കൂടെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ചെയ്യണം. സുഭിക്ഷ കേരളം പദ്ധതി ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ദെൻ പിന്നെ എന്ത് വരുന്നുണ്ട്, റിക്ലമേഷൻ ഓഫ് ദി ഫാലോ ലാൻഡ്. ഓക്കെ, അതായത് ഏതെങ്കിലും വയലുകളൊക്കെ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കൾട്ടിവേഷന്റെ അണ്ടറിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് റിക്ലമേഷൻ ഓഫ് ദി ഫാലോ ലാൻഡ്, അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഡൈവേർഷൻ ഓഫ് ദി പാഡി ലാൻഡ് ഫോർ ദി കൊമേഴ്ഷ്യൽ പർപ്പസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് വയൽ നികത്തിയിട്ട് നമുക്ക് അവിടെ കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻസും കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സസ്റ്റൈനബിലിറ്റിയും കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കൊണ്ടുവന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു എൻവറോൺമെന്റൽ ഫാക്ടേഴ്സും കൂടെ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലൈമറ്റ് റെസിലിയൻ അഗ്രികൾച്ചറൽ പ്രാക്ടീസും കൂടെ ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് റെസിലിയൻ അഗ്രികൾച്ചറൽ പ്രാക്ടീസും കൂടെയാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രൈ ലാൻഡ് അഗ്രികൾച്ചറൽ കൾട്ടിവേഷൻ നമ്മൾ എന്ത് ചെയ്തത്, കൊണ്ടുവന്നിട്ടുള്ളത്. കരനെല്ലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്നത്. ഓക്കെ, സോ ലൈക്ക് ഹയർ ഏരിയാസിലും കൂടെ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസിലും കൂടെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
നെല്ല് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ ഇത്തരത്തിലുള്ള നെല്ലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ടോട്ടൽ ഏരിയ അണ്ടർ ദ റൈസ് കൾട്ടിവേഷൻ ഇൻക്രീസ് ചെയ്തു, ടോട്ടൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഇനി നമ്മൾ ടോട്ടൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഹൈ yield വെറൈറ്റി ക്രോപ്സ്. ഓക്കെ, ഹൈ yield വെറൈറ്റി ക്രോപ്സ് നമ്മൾ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ചെയ്യണം. അതിന് എക്സാമ്പിൾസും കൊടുക്കണം. ഓക്കെ, സോ ഏതൊക്കെ എക്സാമ്പിൾസ് ആണ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക ഹൈ yield വെറൈറ്റീസിന് വേണ്ടിയിട്ട്? എക്സാമ്പിൾ കൊടുക്കാം, ഞവര, പൊക്കാടി, ജീരകശാല. ഓക്കെ, പൊക്കാടി, ജീരകശാല. ഓക്കെ, സോ ഇതൊക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. കേരളത്തിലെ ഹൈ yielding വെറൈറ്റി റൈസ് ക്രോപ്സ് ആണ് ഞവര, പൊക്കാടി, ജീരകശാല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ ഒരു പൊക്കാടി റൈസ് കൾട്ടിവേഷൻ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫെർദർ ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കണം. ഈ വർഷത്തെ KS എക്സാമിനേഷൻ പൊട്ടൻഷ്യലി ചോദ്യം വരാനുള്ള ഒരു ഏരിയ ആണ് പൊക്കാടി റൈസ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2025 വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ 2020 സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പത്രങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഇൻ റീസെന്റ് ടൈംസ് 2023-24 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ again there is a declining trend in paddy cultivation that continues in India. ഓക്കെ, സോ നോർമലി ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് ആയിരുന്നു, പക്ഷേ 2021 മാത്രം ഒരു ഇൻക്രീസ് കണ്ടു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ ചോദ്യം ചോദിച്ചത്. ഓക്കെ, ബട്ട് അഗെയിൻ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നൗ വി ആർ ഷോയിങ് ലൈക്ക് എ ഡിക്ലൈനിങ് ട്രെൻഡ്. അതിന്റെ ഡാറ്റ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. വൈൽ പ്രൊഡക്ഷൻ ഓഫ് ദ റൈസ് ഇൻ വെറ്റ്ലാൻഡ് ഫെൽ ബൈ 10.5% ഇൻ 2023-24. ഓക്കെ, ആ ഒരു ട്രെൻഡ് പറയുന്ന സമയത്ത് ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട്. 10.5% in 2023-24 compared to 2022-23. Then productivity and area under cultivation fell by 4.9% and area under cultivation fell by 5.9% respectively, according to the Economic Review 2024. Okay, so this shows the trend. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ഡാറ്റ അല്ലെങ്കിൽ റിലേറ്റഡ് ഇൻഫർമേഷൻസ് കിട്ടുന്നത്? ദാറ്റ്സ് ആൾസോ ക്ലിയർലി ഗിവൺ ഹിയർ, എക്കണോമിക് റിവ്യൂ. ഓക്കെ, അത് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇതുപോലത്തെ ന്യൂസ് ആർട്ടിക്കിൾസ് അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അപ്പം മാത്രം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ വളരെ കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ട്രെൻഡാണ്. കണ്ടോ, ഇൻക്രീസിങ് ട്രെൻഡ്. സോ ആ ട്രെൻഡ് കറക്റ്റ് ആയിട്ടാണ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റണം. അറ്റ് വാട്ട് പെർസെൻറ്റേജ് ചേഞ്ചസ് ഹാപ്പനിങ്. ഓക്കെ, എക്സാക്ട്ലി UPSC സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. എന്നാൽ മാത്രമേ ആൻസർ ലൈക്ക് കേസിന്റെ മീൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ആ രൂപത്തിലായിരിക്കും നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. അടുത്തത് വളരെ ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഡസ് ലാൻഡ്ലെസ്നെസ് ഇൻക്രീസ് ആഫ്റ്റർ ലാൻഡ് റീഫോംസ് ഇൻ കേരള? ഓക്കെ, സോ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ലാൻഡ്ലെസ്നെസ് ഇൻക്രീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലൈക്ക് ലാൻഡ് റീഫോംസ് ആണ്. അപ്പൊ നമുക്കറിയാം ലാൻഡ് റീഫോംസ് എന്ന് പറയുന്നത് 1950 തന്നെ എന്ത് ചെയ്തിട്ടായിരുന്നു, ഫസ്റ്റ് ഗവൺമെന്റ് ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് ആ ഒരു സമയം മുതൽ ലൈക്ക് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ EMS ഗവൺമെന്റ് മുതൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാൻഡ് റീഫോംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് KR ഗൗരിയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാൻഡ് റീഫോംസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബില്ലൊക്കെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിനുശേഷം 1963 വരുന്നുണ്ട്. ലൈക്ക് അച്യുതമേനോൻ ഗവൺമെന്റ് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ലൈക്ക് ഡിഫറെന്റ് പീരീഡിലെ ലാൻഡ് റീഫോംസ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. നമ്മൾ UPSC-യിൽ കഴിഞ്ഞാലും ഈവൻ UPSC പല തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലാൻഡ് റീഫോംസ്. അവിടെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ലാൻഡ് റീഫോംസ് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ ആ ലാൻഡ് റീഫോംസിന്റെ സക്സസ്ഫുൾ എക്സാമ്പിൾസ് നമ്മൾ പറയുന്ന ചില സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും വെസ്റ്റ് ബംഗാളും. കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ ലാൻഡ് റീഫോംസ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ കാര്യം നമ്മൾ ഡെഫിനറ്റ്ലി ഒന്ന് കൺസിഡർ ചെയ്യണം. കേരളത്തിന്റെ കാര്യം ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കൺസിഡർ ചെയ്യണം. അപ്പൊ കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലാൻഡ് റീഫോംസ് എന്ന് പറയുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? കേരളം മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ലാൻഡ് റീഫോംസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് വാസ് ലൈക്ക് ലാൻഡ് സീലിംഗ്. ഓക്കെ, ലാൻഡ് സീലിംഗ് അതായത് ഒരുപാട് ലാൻഡ് ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന ലാൻഡിന് പരിധി നമ്മൾ നിശ്ചയിച്ചു. ഓക്കെ, ലൈക്ക് 5 hectares അല്ലെങ്കിൽ ലൈക്ക് 25 hectares ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, പരിധി നിശ്ചയിച്ചു. അതിൽ കൂടുതൽ ലാൻഡ് ഒരാൾക്ക് കൈവശം വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. സോ ലാൻഡ് സീലിംഗ് വാസ് ദിയർ. രണ്ടാമത്തതായിരുന്നു ലാൻഡ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാൻഡ് കൺസോളിഡേഷൻ എന്ന് പറയുന്ന സമയത്ത് പല ഭാഗത്തായിട്ട് ചിന്നിച്ചിതറി കിടന്നിരുന്ന സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ് മുഴുവൻ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് വലിയ ലാൻഡ് ആക്കിയിട്ട് മാറ്റി. ഇതിന് കാരണം എന്ന് പറയുന്നത് സ്മോൾ ലാൻഡ് ആകുന്ന സമയത്ത് നമുക്ക് അവിടെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ മെക്കനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇതൊന്നും പോസിബിൾ അല്ല. അപ്പൊ ലാൻഡ് മുഴുവൻ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ
നമുക്ക് ചിലപ്പം ഇൻഫ്രാസ്ട്രക്ചറൽ ആക്ടിവിറ്റി, അതുപോലെ ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ്, ഇനി അതേപോലെ തന്നെ മെക്കനൈസേഷൻ ഓഫ് ദി അഗ്രികൾച്ചർ, ഇതെല്ലാം പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ലാൻഡ് കൺസോളിഡേഷൻ നടക്കണം. ഓക്കെ, then അതുപോലെ എന്ത് വേണം? ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ. ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു ഫാക്ടറാണ് ഇവിടെ ഓർക്കേണ്ടത്. ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് കൺസോളിഡേറ്റ് ചെയ്തു. ഒരാളുടെ കൈവശം 5 ഏക്കർ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ അടുത്ത് 10 ഏക്കർ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ നിന്ന് 5 ഏക്കർ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചു പിടിക്കും. ഓക്കെ, 5 ഏക്കർ നമ്മൾ തിരിച്ചു പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ 5 ഏക്കർ പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ലാൻഡ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം, ലാൻഡ് റിഫോംസ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തില് പാവപ്പെട്ട ആളുകൾക്ക് കൂടെ ലാൻഡ് കിട്ടുകയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഡസ് ലാൻഡ്ലെസ്നെസ് ഇൻക്രീസ് ആഫ്റ്റർ ലാൻഡ് റിഫോം ഇൻ കേരള? അപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് നമ്മൾ ഇവിടെ ഡെഫിനറ്റ്ലി മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾ ലൈക്ക് ഇൻ ടു സം ഡെപ്ത് നിങ്ങൾ അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് റിഫോംസ് നടക്കണം. അപ്പൊ ലാൻഡ് റിഫോംസ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഡെഫിനറ്റ്ലി ലാൻഡ്ലെസ്നെസ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ലാൻഡ് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ലാൻഡ് ഹോൾഡിംഗ് ഡിക്ലൈൻ ചെയ്യുന്ന ഒരു ട്രെൻഡും കൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ലാൻഡ് ഹോൾഡിംഗ് ആണ്. ഓക്കെ, ലാൻഡ് ഹോൾഡിംഗ് ഇനീഷ്യലി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇയർ ആണ്. അപ്പം ഒരു ലൈക്ക് 1990 വരെയുള്ള സമയത്തൊക്കെ ലാൻഡ്, ഈ പറയുന്ന ലാൻഡ്ലെസ്നെസ് അല്ലെങ്കിൽ സോറി ലാൻഡ് ഓക്യുപ്പേഷൻ, ലൈക്ക് ലാൻഡ് ഓക്യുപ്പൈഡ്, ഓക്കെ, അല്ലെങ്കിൽ ലാൻഡ് ഹോൾഡിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി അതേ ഗ്രാഫ് തന്നെ ലാൻഡ്ലെസ്നെസ് എന്ന് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇനീഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്? ലാൻഡ്ലെസ്നെസ് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്, പിന്നീട് അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലാൻഡ് ഹോൾഡ് ചെയ്യുന്നതിന്റെ ട്രെൻഡാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലാൻഡ്ലെസ്നെസ്, ഭൂമി ഇല്ലാത്ത അവസ്ഥ, അത് ഇനീഷ്യലി ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്, പിന്നീട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും കുറവായിട്ട് വരുന്നത് അറൌണ്ട് ലൈക്ക് 1980-90 പീരീഡിലാണ് ഏറ്റവും കുറവ് വരുന്നത്. ഇതാണ് ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന സെക്കൻഡ് പാർട്ട്, ഈ ഒരു ലാൻഡ്ലെസ്നെസ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാൻഡ് ഹോൾഡിംഗ് ഡിക്ലൈൻ ചെയ്യുന്നത്, ഇതിന്റെ റീസണും കൂടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ലാൻഡ് റിഫോം വാസ് ഇന്റൻഡഡ് ഫോർ ദി ലാൻഡ് സീലിംഗ് ആൻഡ് ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ which initially led to increase in land holding or decrease in landlessness. But because of, എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അടുത്ത കാര്യങ്ങൾ പറയണം. എന്തുകൊണ്ടാണ് ലാൻഡ്ലെസ്നെസ് ഇൻക്രീസ് ചെയ്യുന്നത്? ഓക്കെ, സോ നമ്മൾ ഡിഫറെന്റ് ഏരിയാസ് എടുക്കുക. ഇപ്പൊ ലൈക്ക് റൂറൽ അർബൻ ഏരിയ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ജോഗ്രഫിക്കൽ കൺസിഡറേഷൻ കൂടെ എടുക്കുക. റൂറൽ ഏരിയ, അർബൻ ഏരിയ. സോ അർബൻ ഏരിയയുടെ ട്രെൻഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് കൾച്ചർ ആണ് വരുന്നത്. ഓക്കെ, ഫ്ലാറ്റ് കൾച്ചർ ആണ് വരുന്നത്. അവിടെ ആളുകൾ ലൈക്ക് റൂറൽ ഏരിയയിൽ എന്ത് ചെയ്യും? ഭൂമി വിറ്റിട്ട് ഫ്ലാറ്റിലേക്ക് പോകും. ഫ്ലാറ്റിലേക്ക് പോയിട്ട് അവിടെ അവർക്ക് ഭൂമി ഉണ്ടോ? ഭൂമി ഇല്ല, പകരം പ്രോപ്പർട്ടി ഹോൾഡിംഗ് ആണ് വരുന്നത്. ഓക്കെ, അതായത് ലാൻഡ് ഹോൾഡിംഗ് ടു പ്രോപ്പർട്ടി ഹോൾഡിംഗ്, ഈ ഒരു ഷിഫ്റ്റ് നടന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലാൻഡ് ഹോൾഡിംഗ് ടു പ്രോപ്പർട്ടി ഹോൾഡിംഗിലേക്ക് എന്ത് ചെയ്തു? നമ്മുടെ സൊസൈറ്റി ചേഞ്ച് ചെയ്തു. അപ്പൊ അങ്ങനെ പ്രോപ്പർട്ടി ഹോൾഡിംഗിലേക്ക് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നുണ്ട്? ലാൻഡ്ലെസ്നെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ലാൻഡ്ലെസ്നെസ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അർബൻ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി കൂടുകയാണ്. നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി കൂടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ അവരുടെ റൂറൽ ഏരിയയിലുള്ള ലാൻഡ് സെൽ ചെയ്തിട്ടായിരിക്കും അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ലാൻഡ് ഹോൾഡിംഗ് ലൈക്ക് അല്ലെങ്കിൽ അത്തരം ലാൻഡ്ലെസ്നെസ് ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഭൂമി കൈവശം വെക്കുന്ന ആളുകളുടെ എണ്ണം കുറയാണ്. കാരണം അവർ ഭൂമി വിറ്റിട്ടാണ് എന്ത് ചെയ്യുന്നത്? അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന പല ആളുകളും എത്തിച്ചേരുന്നത് സ്ലം ഏരിയാസിലാണ്. അപ്പൊ സ്ലം ഏരിയ എന്ന് പറയുന്നത് ഒരു പെരിയ അർബൻ ഏരിയ ആണ്. സ്ലമ്മിൽ ജീവിക്കുന്ന ആളുകളുടെ പേരിലായിരിക്കണം എന്നല്ല അവിടുത്തെ ഭൂമി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. അപ്പോൾ പലപ്പോഴും സ്ലമ്മിലേക്ക് വന്നിട്ട് അവിടെ ആളുകൾ എന്ത് ചെയ്യാണ്? സെറ്റിൽ ചെയ്തിട്ട് അങ്ങനെ അത് ഡെവലപ്പായി വരികയാണ് ചെയ്യുന്നത്. അപ്പം അവിടെയുള്ള ആളുകൾ അവിടെ സെറ്റിൽ ആവുന്നുണ്ട്. ബട്ട് ആ ലാൻഡ് അവരുടെ പേരിലാണോ? അല്ല. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ലാൻഡ്ലെസ്നെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് എന്ത് ചെയ്യുന്നില്ല? ലാൻഡ് ഇല്ല. ഇനി അടുത്തത് റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഏരിയാസ് നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ട ചില ഗ്രൂപ്പുകളുണ്ട്. അതിലൊന്നാണ് ദളിത്. ഓക്കെ, ദളിത് ആൻഡ് ആദിവാസി. ഈ പറയുന്ന ഏരിയാസിലെ ദളിത്സ് അല്ലെങ്കിൽ ആദിവാസികളെ സംബന്ധിച്ചിട്ട് ലാൻഡ് റീഫോം എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ ആയിരുന്നു. അവർക്ക് വേണ്ട അത്ര ഭൂമി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഭൂമി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ഫെയിലിയർ ആയിരുന്നു. അത് കൂടാതെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ആക്ട് ഇനാക്ട് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ആക്ടുകൾ കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക്
1986 വരുന്നുണ്ട്, 1972 ഫോറസ്റ്റ് ആക്ട് വരുന്നുണ്ട്, അതിനു മുമ്പ് 1927 ഫോറസ്റ്റ് ആക്ടുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ എൻവിറോൺമെന്റിൽ നിങ്ങൾ പഠിക്കും. ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് ആക്ടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആദിവാസികൾക്കും ഈ പറയുന്ന ഫോറസ്റ്റിന് മുകളിലുള്ള അവകാശം കുറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആക്ടുകൾ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് ലെസ്നെസ് ഇവിടെ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ലാൻഡ് ഹോൾഡിംഗ് കുറയുന്നുണ്ട്. ഭൂമി കൈവശം വെക്കാൻ പറ്റുന്നത് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പം അതും കൂടെ അവിടെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഇനി ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ലാൻഡുകൾ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് നായർ സിസ്റ്റം ആയിരുന്നു. ഓക്കെ, നായർ തറവാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. തറവാടിന് മൊത്തം കൺസോളിഡേറ്റഡ് ലാൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ കൺസോളിഡേറ്റഡ് ലാൻഡ് നായർ അല്ലെങ്കിൽ മരുമക്കത്തായ സിസ്റ്റത്തിന്റെ തകർച്ചയോട് കൂടിയിട്ട് മക്കത്തായ സിസ്റ്റമായി ഇത് മക്കൾക്ക് മുഴുവൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഓരോരുത്തരുടെ കയ്യിലും ചെറിയ സ്മോൾ ലാൻഡ്സ് മാത്രമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്മോൾ ലാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. സ്മോൾ ലാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്മോൾ ലാൻഡ് ഹോൾഡിംഗിലേക്ക് എത്തിയതോട് കൂടിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരുടെ കയ്യിലും ഇത്തരത്തിലുള്ള സ്മോൾ ആയിട്ടുള്ള ലാൻഡ് ഹോൾഡിംഗ് ഉണ്ട്. അതോട് കൂടിയിട്ട് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കുറഞ്ഞു. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കുറഞ്ഞതോട് കൂടിയിട്ട് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ലാൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ലാൻഡിനെ ഒരു പ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് ആളുകൾ കാണുന്നില്ല എന്നുള്ള രൂപത്തിലേക്ക് വന്നു. അങ്ങനെ ആളുകൾ എന്ത് ചെയ്തു, സെല് ചെയ്തിട്ട് മറ്റ് ഉപജീവന മാർഗങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോഴും എന്ത് ചെയ്തു, ലാൻഡ്ലെസ്നെസ് ഇൻക്രീസ് ചെയ്തു. ഇനി അതേപോലെ തന്നെ ഈ പറയുന്ന 1970-80 സമയത്ത് അല്ലെങ്കിൽ ടു ബി സ്പെസിഫിക് 70-80 കാലഘട്ടത്തിൽ ഗൾഫ് മൈഗ്രേഷൻ കൂടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം 1990 ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, യൂറോപ്പിലേക്കുള്ള മൈഗ്രേഷൻ പാറ്റേണും കൂടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കേരള എക്കണോമിയുടെ സെഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു മൈഗ്രേറ്ററി പാറ്റേൺസ്, ഡെമോഗ്രാഫിക് ചേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു മൈഗ്രേഷൻ പാറ്റേൺസ് വന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവര് ലാൻഡ് സെറ്റ് ചെയ്തിട്ടാണ് ഇവർ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ, അതുപോലെ തന്നെ ലൈക്ക് ടിക്കറ്റ് പൈസ, ഇതൊക്കെ ഇവർ ഒപ്പിക്കുന്നത്. ആളുകൾ വിസ ടിക്കറ്റ് ഒക്കെ ഇതിന് ലാൻഡ് സെല്ല് ചെയ്തിട്ടാണ് ഒപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തില് ലൈക്ക് ആളുകൾ ലാൻഡ് ഹോൾഡിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അല്ലെങ്കിൽ ലാൻഡ് ലെസ്നെസ് വീണ്ടും എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യണം. അപ്പം ആ ഒരു ഫാക്ടർ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആൻസറിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിലെ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആൻസറിലേക്ക് കൊണ്ടുവരണം. ഇനി ഡെഫിനറ്റ്ലി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അടുത്തൊരു നെക്സ്റ്റ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിയൽ എസ്റ്റേറ്റ്. കേരളത്തില് റിയൽ എസ്റ്റേറ്റ് കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡിന്റെ വില ക്രമാതീതമായിട്ട് കൂടുന്നുണ്ട്. ലാൻഡിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം കൂടുന്നുണ്ട്. അപ്പം ഇത്തരത്തില് ലാൻഡിന്റെ പ്രൈസ് കൂടിയതോട് കൂടിയിട്ട് ആളുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി, ലാൻഡിനെ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രൂപത്തിലേക്ക് ലാൻഡ് മോർട്ടഗേജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്നിട്ട് അവരെന്ത് ചെയ്യും, വേറെ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് പോയിട്ട് അവിടെ ചിലപ്പോൾ റെന്റിനൊക്കെ താമസിക്കും. ഓക്കെ, അവിടെ നഗരത്തിലുള്ള അല്ലെങ്കിൽ പോർഷ് ഏരിയയിലുള്ള ലാൻഡ് അവരെന്ത് ചെയ്തു, റെന്റിന് കൊടുത്തു. എന്നിട്ട് കുറച്ച് ഉൾനാടൻ പ്രദേശത്ത് പോയിട്ട് എന്ത് ചെയ്യും, അവർ താമസിക്കും. അപ്പൊ ഇവിടെ ആക്ച്വലി ലൈക്ക് ഈ ലാൻഡ് അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല, ബട്ട് ഇതിന്റെ മുകളിലുള്ള അവരുടെ കംപ്ലീറ്റ് ഓണർഷിപ്പ് നഷ്ടമാകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു വിർച്വൽ ലാൻഡ്ലെസ്നെസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ലാൻഡ്ലെസ്നെസ് അല്ല, ബട്ട് എന്നിരുന്നാൽ പോലും ആളുകൾക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, ലാൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പോയിന്റ്സ് കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം നിങ്ങളുടെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. ആൻസേഴ്സ് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് നിങ്ങളുടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് നിങ്ങൾ ശ്രദ്ധിക്കുക. 2015 തന്നെ ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ്, ലാൻഡ്ലെസ്നെസ് ഹൈ ഇൻ കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ, ഡസ് ഇറ്റ് ലാൻഡ് റിഫോം. ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡസ് ലാൻഡ്ലെസ്നെസ് ഇൻക്രീസസ്, അതേ കീവേഡ് തന്നെയാണ് ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സർവേ ഉണ്ട്. ഓക്കെ, സോറി, ഓൾ ഇന്ത്യ ലെവലിൽ നടത്തിയിട്ടുള്ള ഒരു സർവേയുടെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇൻഫർമേഷൻ വരുന്നത്. അതിന്റെ ബേസിലാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വളരെ കൃത്യമാണ്, ലാൻഡ്ലെസ്നെസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പാരാമീറ്റേഴ്സ് നോക്കാതെ ലാൻഡ് റിഫോംസ് എന്ത് ചെയ്തിട്ട് എല്ലാവർക്കും ലാൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അതുവഴി ലാൻഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. ലാൻഡ്ലെസ്നെസ് ഇൻക്രീസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാൻഡ്ലെസ്നെസ് ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ആൻസർ ഇസ് റോങ്. ഓക്കെ, അപ്പൊ അതിനുള്ള റീസൺസ് വളരെ സ്പെസിഫിക് ആയിട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ കോസസ് ഓഫ് ദ സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ? സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ
ഇന്ത്യൻ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യം നോക്കുക. സെയിം പേപ്പറിൽ തന്നെ വന്നിട്ടുള്ള ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ റാഷണൽ ഓൺ സെക്കൻഡ് ജനറേഷൻ റീഫോംസ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഇവിടെ സെക്കൻഡ് ജനറേഷൻ റീഫോംസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഫസ്റ്റ് ജനറേഷൻ റീഫോംസ് ഇന്ത്യൻ എക്കണോമിയുടെ ഒരു മേജർ റീഫോംസ് 1990 ശേഷമാണ്. അതിനുശേഷം പിന്നീട് ഒരു 2000 ശേഷം നമ്മുടെ സെക്കൻഡ് ജനറേഷൻ റീഫോംസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ജനറേഷൻ റീഫോംസ് എന്ന് പറയുന്നത് ഒരു മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ 2020 ശേഷം വരുന്ന എക്കണോമിക് റീഫോംസ് എന്ന് പറയുന്നത് നമ്മളൊരു സെൽഫ് സഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, സോ ഇന്ത്യൻ എക്കണോമിക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കും. ബട്ട് എനിവേ ഇത്തരം കാര്യങ്ങൾ, ഈ LPG റീഫോംസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബട്ട് ഇവിടെ കേരളയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് ഓൾഡ് ഏജ് പീപ്പിൾ ആണ്. ഓക്കെ, ഓൾഡ് ഏജ് പീപ്പിൾ ആണ്. പിന്നെ അതേപോലെ നമുക്കറിയാം ഫസ്റ്റ് ജനറേഷൻ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ബേസിക് നീഡ്സ് ആണ്. ഓക്കെ, ആളുകളുടെ ബേസിക് ആയിട്ടുള്ള ചില നീഡ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ, ഓക്കെ, എഡ്യൂക്കേഷൻ, ഫുഡ്, ഓക്കെ, ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് സെക്കൻഡ് ജനറേഷൻ റീഫോംസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെന്റൽ നീഡ്സ് എന്ന് പറയുന്നത് അവിടെ വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ക്വാളിറ്റി ഓഫ് ദി എഡ്യൂക്കേഷൻ. ഇവിടെ ബേസിക് എഡ്യൂക്കേഷൻ മാറ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് വരുന്ന സമയത്ത് ക്വാളിറ്റി ഓഫ് ദി എഡ്യൂക്കേഷൻ ആണ് മാറ്റർ ചെയ്യുന്നത്. ഇവിടെ ലൈക്ക് ഫുഡ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് എത്തുന്ന സമയത്ത് അത് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ആവും. അതുപോലെ ലൈക്ക് ഡൈവേഴ്സിറ്റി ഓഫ് ദി ഫുഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇവിടെ ചില ചാലഞ്ചസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ലൈക്ക് ഒബിസിറ്റി, ഒബിസിറ്റി ഈസ് നൗ എ ചാലഞ്ച്, അത് നമ്മൾ അഡ്രസ് ചെയ്യണം. മാൽ ന്യൂട്രീഷൻ ഇസ് എ ചാലഞ്ച്, അത് നമ്മൾ അഡ്രസ് ചെയ്യണം. അങ്ങനത്തെ ചില ചാലഞ്ചസും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അതും എന്താണ്, പ്രോബ്ലംസ് ആണ്, സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെന്റ്സിന്റെ പ്രോബ്ലംസ് ആണ്. ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് ഈ പറയുന്ന ഒബിസിറ്റി, മാൽ ന്യൂട്രീഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ എന്ത് വരുന്നുണ്ട് ഇവിടെ, ലൈക്ക് ജീറിയാട്രിക് കെയർ വരുന്നുണ്ട്. ജീറിയാട്രിക് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ഏജ് പീപ്പിൾ, ഓക്കെ, പ്രായമായിട്ടുള്ള ആളുകൾക്കുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഓക്കെ, അതുപോലെ തന്നെ ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഓഫ് ദി ഹെൽത്ത് കെയർ, അതിന്റെ അഫോർഡബിലിറ്റി, ആക്സസിബിലിറ്റി, ഇതൊക്കെയാണ് ഇവിടേക്ക് സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെന്റിന്റെ പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആൻഡ് വാട്ട് കോസസ്, എന്ത് കോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതല്ല നമ്മുടെ ക്വസ്റ്റിന്റെ ഡിമാൻഡ്. വാട്ട് കോസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് ഇത് കോസ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഡെവലപ്മെന്റ്, ലൈക്ക് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ആൻസറിൽ വരേണ്ടത് സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്. ഓക്കെ, എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പം ഈ സോഷ്യൽ ഡെവലപ്മെന്റിന് ഈക്വൽ ആയിട്ട് എക്കണോമിക് ഡെവലപ്മെന്റ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, അതായത് ആളുകൾക്ക് കൂടുതലായിട്ട് എന്താണ് ഹയർ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ വേണം, അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അപ്പം ഇവിടെ ഇഷ്യൂ ഉണ്ടാകുന്ന എന്താണ്, ഡ്യൂ ടു ദി മിസ്മാച്ച് ബിറ്റ്വീൻ ദി സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ദി എക്കണോമിക് ഡെവലപ്മെന്റ്. അതാണ് ഫസ്റ്റ് റീസൺ, കോസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഒന്നുമല്ല, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സോ ദ ഫസ്റ്റ് പോയിന്റ്, ദ മിസ്മാച്ച് ബിറ്റ്വീൻ സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ദി എക്കണോമിക് ഡെവലപ്മെന്റ്, ദാറ്റ് കോസസ് സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെന്റ് പ്രോബ്ലംസ് ഇൻ കേരള. അടുത്തത് എന്താണ്, ഇൻക്രീസിങ് ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2030 ആവുന്നതോട് കൂടിയിട്ട് കേരളത്തിന്റെ 20% പോപ്പുലേഷൻ 65 ഇയേഴ്സ് പ്ലസ് ആയിരിക്കും. ഓക്കെ, അപ്പം ലൈക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഈ ജീറിയാട്രിക് കെയർ എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ആയിട്ട് വരും. അപ്പം ഈ പറയുന്ന ഡെമോഗ്രഫിക് ട്രാൻസിഷൻ, ഇതും കൂടെ ഓർത്ത് വെക്കുക, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഇതേ പേപ്പർ എടുത്ത് കുറച്ചുകൂടെ താഴത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ വരുന്ന ഒരു ചോദ്യമാണ് പറയുന്ന ഡെമോഗ്രഫിക് ട്രാൻസിഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിന്റെ ഡെമോഗ്രഫിക് ചേഞ്ചിനെ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടേംസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് വെച്ചിട്ട് നിങ്ങൾ അവിടെ ഡിഫൈൻ ചെയ്യണം. അപ്പൊ അതിൽ വരുന്ന ഒരു കീവേഡ് ആണ്, ലൈക്ക് അവിടെ പറഞ്ഞിട്ടില്ല, ബട്ട് അത്തരത്തിൽ വരുന്ന ഒരു കീവേഡ് ആണ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്താണ്, ഈ പറയുന്ന 2030 കൂടിയിട്ട് നമ്മുടെ ഡിപെൻഡന്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 20% ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾ മാറും, അതിനനുസരിച്ചിട്ട് നമ്മുടെ എക്കണോമി ചേഞ്ച് ചെയ്യുന്നത്. കാരണം എന്താണ്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോസ്റ്റ്ലി ലൈക്ക് സ്റ്റാഗ്നന്റ്. എക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഏത് സമയത്ത്, പാൻഡമിക്, കോവിഡ് പാൻഡമിക് വന്ന സമയത്ത്. ഓക്കെ, സോ കോവിഡ് പാൻഡമിക് വന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു ഡെമോഗ്രഫിക് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ലൈക്ക് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റാൻഡ് സ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ്
റവന്യൂ ഡെഫിസിറ്റ്. ഇപ്പൊ റവന്യൂ ഡെഫിസിറ്റ് വരുന്ന സമയത്ത് നമുക്ക് എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോഴാണ് ഈ പറയുന്ന സോഷ്യൽ ഡെവലപ്മെന്റ് വേഴ്സസ് എക്കണോമിക് ഡെവലപ്മെന്റ് മിസ്മാച്ച് സംഭവിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ചോദ്യവും ഈ പറയുന്ന കീ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഓക്കെ, സോ അത് മിസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ പോയിന്റ് നിങ്ങൾക്ക് അവിടെ ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാർക്കും ഇല്ല. ഇറ്റ്സ് വെരി ക്ലിയർ. ഓക്കെ, സോ ഇത്തരത്തിലെ ക്വസ്റ്റ്യന്റെ എക്സാക്ട് ഡിമാൻഡ് മനസ്സിലാക്കിയിട്ടായിരിക്കാം നിങ്ങൾ ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, സോ വാട്ട് കോസസ് ഡെമോഗ്രാഫിക് ഡെഫിസിറ്റ്, സ്റ്റേറ്റ് ഫേസിംഗ് എ സെക്കൻഡ് ജെൻ ക്രൈസിസ്. ഡെമോഗ്രാഫിക് ഡെഫിസിറ്റ്, ഇവിടെ ഡെഫിസിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 20% പോപ്പുലേഷൻ 2030 ആവുന്നതോട് കൂടിയിട്ട് ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ ആവും. അപ്പം വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, ഈ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ് ആക്ച്വലി ലൈക്ക് ഒരു എക്കണോമി എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്കണോമി മുന്നോട്ട് നയിക്കുന്നത് വർക്കിംഗ് ഏജ് ആണ്. അപ്പം അത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വി വിൽ ഫേസ് എ ഡെമോഗ്രാഫിക് ഡെഫിസിറ്റ്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് പോപ്പുലേഷൻ എന്താവും, കുറവായി. സോ അതിന് കാരണം എന്താണ്, വി ആർ സീയിങ് ലൈക്ക് ബർത്ത് റേറ്റ് ഡ്രോപ്പിംഗ്. ഓക്കെ, സോ ഇതാണ് ഇതിന് പിന്നുള്ള ലൈക്ക് ഒരു മേജർ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ പൊട്ടൻഷ്യൽ ആയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇനി പൊട്ടൻഷ്യലി ഫ്യൂച്ചറിൽ നമുക്ക് എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരാം. അപ്പം അതേപോലെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, കേരള ഇസ് മോർ വൾണറബിൾ ഓർ ലൈക്ക് കേരള ഇസ് വൾണറബിൾ, ഇറ്റ് കുഡ് വാനിഷ് ഇഫ് നോട്ട് മാനേജ്ഡ് വെൽ. ഓക്കെ, മുരളി തുമ്മാരുകുടി അദ്ദേഹം നടത്തിയിട്ടുള്ള ലൈക്ക് അദ്ദേഹമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പം ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ കേരളത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പൊട്ടൻഷ്യലി ഈ വർഷം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ലൈക്ക് എക്സ്പ്രസ് ഹൈവേ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് സാധ്യതകളുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, സോ ഇൻ റീസെന്റ് ടൈംസ് കേരളത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്രോത്ത് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് റോഡ്സ്, വി ക്യാൻ സീ ലൈക്ക് വിസിബിൾ ചേഞ്ച്. അപ്പം നിങ്ങളുടെ തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഡെഫിനറ്റ്ലി മീൻസ് എക്സാമിനേഷനും പ്രിലിംസ് എക്സാമിനേഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അടുത്തത്, അക്കോർഡിംഗ് ടു അമർത്യ സെൻ, in terms of elementary education, one can draw policy lessons from Kerala's experience of the public action. Which are they? അപ്പം എന്തെല്ലാം പോളിസി ലെസൺസ് ആണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക? ഓക്കെ, എലിമെന്ററി എഡ്യൂക്കേഷൻ ഇതിന്റെ ഇംപ്രൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ കേരളത്തിന്റെ എലിമെന്ററി എഡ്യൂക്കേഷന്റെ സക്സസിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അമർത്യ സെൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഈ പോസ്റ്റിൽ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് കോട്ട് ചെയ്തിട്ട് പറയണം. ഓക്കെ, അതിന് ഒന്നാമത്തത് എന്ന് പറയുന്നത് ഇസ് ദി പബ്ലിക് ഇൻവോൾവ്മെന്റ് ഓർ ലൈക്ക് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ. ഓക്കെ, രണ്ടാമത്തത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ആക്ഷൻ, സ്റ്റേറ്റ് അഫർമേറ്റീവ് ആക്ഷൻ. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് സ്കൂൾസ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈവൻ ലൈക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ടഡ് സ്കൂൾസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് എയ്ഡഡ് സ്കൂൾസ് വരുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തത് ജെൻഡർ ജസ്റ്റിസ് ആൻഡ് വുമൺ എംപവർമെന്റ് ഇതും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഓൾറെഡി പറഞ്ഞില്ല. നാലാമത്തെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സോഷ്യൽ റീഫോം is in synergy or is in synchronous with the educational reform. എഡ്യൂക്കേഷണൽ റീഫോംസും സോഷ്യൽ റീഫോംസും സിനർജറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതെന്താണ്, നമ്മുടെ എലിമെന്ററി എഡ്യൂക്കേഷന്റെ ഒരു മേജർ ചേഞ്ച് ആണ്. അതായത് കാസ്റ്റ് റീഫോംസ് നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് കോമൺ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് കാസ്റ്റിലുള്ള ആളുകളെല്ലാം ഒരുമിച്ചിരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓരോ കാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. ഡിഫറെന്റ് കാസ്റ്റ്, ഡിഫറെന്റ് റിലീജിയൻ എല്ലാം ഒരുമിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ കാസ്റ്റ് റിഫോംസും നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പബ്ലിക് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മ്യൂച്വലി റീഇൻഫോഴ്സിംഗ് ആണ്. ഓക്കെ, അപ്പം ഇത് എന്തുകൊണ്ട് ലൈക്ക് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട്സൈഡ് ദി കേരള കൺസിഡർ ചെയ്യണം. അപ്പം പല സംസ്ഥാനങ്ങളിലും കേരളത്തിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പല സംസ്ഥാനങ്ങളും വളരെ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈ സ്റ്റാൻഡേർഡ്, ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പല സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ അവിടെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഹൈ കാസ്റ്റ് അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് സെക്ഷന് മാത്രമാണ്. ഓക്കെ, അപ്പൊ സോഷ്യൽ റീഫോംസ് ഇസ് നോട്ട് ഇൻ സിനർജി വിത്ത് ദി എഡ്യൂക്കേഷൻ റിഫോം. സോ ദിസ് ഇസ് എ വെരി വെരി സിഗ്നിഫിക്കന്റ് പോയിന്റ് ദാറ്റ് യു ഷുഡ് ഇൻക്ലൂഡ് ഇൻ യുവർ ആൻസർ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത് അഞ്ചാമത്തെ പോയിന്റ്. സോ അഞ്ചാമത്തെ പോയിന്റ്സിലേക്ക് വരുന്ന സമയത്ത് പബ്ലിക് അവയർനെസ് ആണ്. പബ്ലിക് അവയർനെസ്. ഓക്കെ,
പബ്ലിക് അവയർനെസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, മാസ് ലിറ്ററസി ക്യാമ്പയിൻസ് വരുന്നുണ്ട്. ഓക്കെ, മാസ് ലിറ്ററസി ക്യാമ്പയിൻ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത്, കേരള ബിക്കം ദി ഹയസ്റ്റ് ലിറ്ററസി സ്റ്റേറ്റ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാസ് ലിറ്ററസി ക്യാമ്പയിൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ എഡ്യൂക്കേഷൻ വർക്കുകളൊക്കെ ആരാണ് നോക്കി നടത്തുന്നത്, അത് ലോക്കൽ ഗവൺമെന്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, നമുക്കറിയാം 73rd 94th സോറി 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം, ഓക്കെ 1992 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഡീസെൻട്രലൈസേഷൻ നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അപ്പൊ ഈ ഡീസെൻട്രലൈസേഷന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പബ്ലിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കൂൾസിന്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്തു, ലോക്കൽ ഗവൺമെന്റ്സിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്കീംസ് ഫണ്ടുകളൊക്കെ എന്ത് ചെയ്യാം, അലോക്കേറ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡീസെൻട്രലൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക് എഡ്യൂക്കേഷന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള പോളിസി ലെസൺസ്. നമുക്കറിയാം 30-35 വേർഡ്സിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇപ്പൊ തന്നെ ലൈക്ക് ഒരുപാട് പോയിന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് റെലവെന്റ് ആണ് എന്ന് തോന്നുന്ന ഏതൊരു പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ ഇവിടെ ലൈക്ക് ഡെഫിനറ്റ്ലി ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല. അത് 2024 വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ മാത്രം, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് അത് മാത്രം എക്സ്പെക്ട് ചെയ്യരുത്. ഞാൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഇൻ ഡെപ്ത്, എത്രത്തോളം വൈഡ് ആയിട്ട്, എത്രത്തോളം അനാലിറ്റിക്കൽ ആയിട്ട് നിങ്ങൾ KS എക്സാമിനേഷന്റെ മെയിൻസിന് അപ്രോച്ച് ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ബേസിൽ ഇൻ ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യലി ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസും കൂടെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നിങ്ങൾ ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്യണം. അപ്പം അങ്ങനെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത് എന്ന് പറയുന്നത്. കേരളാസ് പാട്രിയാർക്കിയൽ ഡൊമിനൻസ് ആൻഡ് ലോ ഫീമെയിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ്ലെസ്നെസ് എമംഗ് എംപ്ലോയിഡ് വുമൺ ഇൻ കേരള. എംപ്ലോയിഡ് വുമൺ ഇൻ കേരള പൊട്ടൻഷ്യൽ ചോദ്യമാണ്. നേരത്തെ ലാൻഡ്ലെസ്നെസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ജോബ്ലെസ്നെസ് ചോദിക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കേരളത്തിലെ വുമൻസ് ആർ ലൈക്ക് കമ്പാരിറ്റീവ്ലി ഹയർ ലിറ്ററസി റേറ്റ് ഉണ്ട്, ഹയർ എഡ്യൂക്കേഷൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, പെർസ്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അതിന് ഇൻ കോൺട്രാഡിക്ഷൻ ആയിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ജോബ്ലെസ്നെസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയായിരുന്നു. കേരളത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ലാൻഡ് റിഫോംസ് ഇംപ്ലിമെന്റ് ചെയ്ത സംസ്ഥാനമാണ് കേരളം. പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ലാൻഡ്ലെസ്നെസ് വരുന്നത്. ഓക്കെ, സോ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം കൂടെ ജസ്റ്റ് ആ നേരത്തെ പറഞ്ഞ സമയത്ത് ലൈക്ക് ഞാൻ പറയുന്നത് ഒരു കാര്യമാണ്. അതായത് നമ്മൾ ലൈക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ തേർഡ്, ലൈക്ക് ഇന്ത്യയിൽ തന്നെ തേർഡ് പൊസിഷൻ ആർക്ക് കിട്ടുന്നുണ്ട്, കേരളത്തിന് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തിന്, നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ലാൻഡ് റിഫോംസ് നടത്തുന്ന സമയത്ത്, ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓക്കെ അത്രത്തോളം പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് 800+ ആണ് നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് പെർ കിലോമീറ്ററിൽ. അപ്പൊ നമുക്ക് ലാൻഡ് ഒരുപാട് പേർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് പെർ ക്യാപിറ്റൽ ഓർ പെർ ഹെഡ് ലാൻഡ് എന്ന് പറയുന്നതും കുറവാണ്. അപ്പൊ ഈ ഒരു ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഓക്കെ പോപ്പുലേഷൻ ഡെൻസിറ്റി അതും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലാൻഡ് റിഫോംസിന്റെ ഫെയിലിയറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അവിടെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതേപോലെ തന്നെ രണ്ട് കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ആണ് ഏറ്റവും കൂടുതൽ വുമൺ ലിറ്ററസി ഉള്ള, ഹയർ എഡ്യൂക്കേഷനിൽ വുമൺ പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് ജോബ്ലെസ്നെസ് എമംഗ് ദ വുമൺ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ അതിന്റെ ഫാക്ടേഴ്സ് ഡെഫിനറ്റ്ലി ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യമാണ് സർവീസ് സെക്ടർ ഗ്രോത്ത് ലൂപ്പ് സൈഡഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സർവീസ് സെക്ടറിലുള്ള ഹൈ ഡിപ്പെൻഡൻസി രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഹൈ സർവീസ് സെക്ടർ ഡിപ്പെൻഡൻസി വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് 64% ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈക്ക് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് വാല്യൂ കംസ് ഫ്രം സർവീസ് സെക്ടർ ആണ്. ഓക്കെ, സർവീസ് സെക്ടർ ആണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നതും കമ്പയർഡ് ടു സെക്കൻഡറി ആൻഡ് പ്രൈമറി സെക്ടർ, അതായത് മാനുഫാക്ചറിങ് സെക്ടറിനെയും അഗ്രികൾച്ചർ സെക്ടറിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് വെരി ഹൈ. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെക്ടറിൽ ഹൈ ഗ്രോത്ത് നടക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ഇവിടുത്തെ ജോബ് എന്ന് പറയുന്നത്, ജോബ് ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, സോ ഇതൊരു ഫാക്ടർ. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ സർവീസ് സെക്ടറിൽ തന്നെ ചില സെക്ടേഴ്സ്, സെർട്ടൈൻ സെക്ടേഴ്സ് മാത്രമേ ഗ്രോ ചെയ്യുന്നുള്ളൂ. ബാക്കി സെക്ടേഴ്സ് ഒക്കെ എന്താണ്, സ്റ്റാഗ്നന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ടൂറിസം ഇസ് ദിയർ,
IT industry was there. Okay, then like service exports was there. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ അതേ സമയത്ത് ബാക്കിയുള്ള സർവീസ് സെക്ടേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ ലാഗിങ് ബിഹൈൻഡ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്തും സർവീസ് സെക്ടർ ഗ്രോത്ത് എന്താണ്, ഇറ്റ് ഇസ് ലോപ്പ് സൈഡഡ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഈ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ആൻസറിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. രണ്ട് കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഒന്ന്, ഹൈ ഗ്രോത്ത് ഓഫ് ദി സർവീസ് സെക്ടർ. രണ്ടാമത്തത്, സർവീസ് സെക്ടറിന്റെ തന്നെ ഡിഫറെന്റ് സെക്ടേഴ്സിന്റെ ഗ്രോത്ത് എന്താണ്, ഇറ്റ് ഇസ് നോട്ട് യൂണിഫോം. ഓക്കെ, ചില സെക്ടേഴ്സ് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നു, ചില സെക്ടേഴ്സ് ഇറ്റ് ഇസ് നോട്ട് ഗ്രോയിങ്. ഓക്കെ, സോ ഈ സർവീസ് സെക്ടർ ലൂപ്പ് സൈഡഡ് ഇൻ ഇന്ത്യ. ഇതിന്റെ രണ്ടിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ കൊടുക്കണം. അല്ല ഞാൻ പറഞ്ഞത് 64% അവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഇത്തരത്തിലുള്ള എന്ത് ചെയ്യുന്നത്, മേജർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വി ആർ എക്സ്പെക്ട് ചെയ്യുന്നത്, ആ സെക്ടേഴ്സ് നിങ്ങൾ ഇതേപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ലൈക്ക് ഫൈനാൻഷ്യൽ സെക്ടർ, IT സെക്ടർ, സർവീസ് എക്സ്പോർട്സ്, ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ ലൈക്ക് മോർ ഗ്രോയിങ്. ഓക്കെ, ഇത്തരം സർവീസ് സെക്ടറിലൊക്കെ വി ആർ ലൈക്ക് ഹാവിംഗ് എ ഹ്യൂജ് ഗ്രോത്ത് റേറ്റ്. എന്നാൽ ബാക്കിയുള്ള സർവീസ് സെക്ടറിൽ വി ആർ ഹാവിംഗ് ലൈക്ക് എ പുവർ ഗ്രോത്ത്. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ആൻസറിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ട് വരേണ്ടതാണ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡാറ്റ. ഓക്കെ, സോ നമുക്കൊരു സമയത്തിന്റെ കുറവുകൊണ്ട് ലെറ്റ്സ് ഗോ ഫാസ്റ്റ്. അപ്പം ഇത് വരുന്നത് ഞാൻ എക്കണോമിക് റിവ്യൂവിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓൾമോസ്റ്റ് ലൈക്ക് 64% ഷെയർ ഓഫ് ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ദാറ്റ് കംസ് ഫ്രം ലൈക്ക് സർവീസ് സെക്ടർ. ഓക്കെ, ദെൻ അടുത്ത കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സ് ആണ് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ സെക്ടർ ഷെയർ ഓഫ് ദ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ അക്രോസ് സെക്കൻഡറി സെക്ടർ വേഴ്സ് കൺസ്ട്രക്ഷൻ കണ്ടിന്യൂ ടു ഓക്യുപ്പൈ ദി ലാർജസ്റ്റ് 14% വരുന്നുണ്ട്, ഫോളോഡ് ബൈ മാനുഫാക്ചറിങ് 11.5 വരുന്നുണ്ട്. ദെൻ ടെർഷറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സെക്ടറിലേക്ക് വരുന്ന സമയത്ത് ട്രേഡ്, റിപ്പയർ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്സ് ഹാസ് ദ ലാർജസ്റ്റ് ഷെയർ, ദാറ്റ് ഇസ് 20.02%. Okay, the other major subsectors with a high share are like real estate, ownership of building, professional services. ഇതിന്റെ അണ്ടറിലാണ് IT സർവീസസ്, ലൈക്ക് ബാങ്കിങ് സെക്ടേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. Then like manufacturing. ഓക്കെ, സോ മാനുഫാക്ചറിങ് ഞങ്ങൾ സെക്കൻഡറി സെക്ടേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ബട്ട് എനിവേ ഇത് എക്കണോമിക് റിവ്യൂവിൽ നിന്നും തന്നെ എടുത്തിട്ടുള്ളതാണ്, കേരള ഗവൺമെന്റ് ഡോക്യുമെന്റിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു ഡാറ്റാസ് വെച്ചിട്ടായിരിക്കണം യെസ് സർവീസ് സെക്ടർ ഗ്രോത്ത് ഇസ് ലൂപ്പ് സൈഡഡ് ഇൻ ഇന്ത്യ എന്ന് പറയേണ്ടത്. ഓക്കെ, സോ തറവായിട്ട് എന്ത് ചെയ്യണം, എക്കണോമിക് റിവ്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇത്തരത്തിലായിരിക്കണം നിങ്ങളുടെ കേരള എക്കണോമിയുടെ ഒരു അനാലിസിസ് മുന്നോട്ടേക്ക് പോകേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഇത്രത്തോളം ഇൻഡെപ്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കണം. ദെൻ വാട്ട് ഈസ് ദ റീസെന്റ് ട്രെൻഡ് ഇൻ റിട്ടേണിംഗ് എമിഗ്രേഷൻ ഇൻ കേരള. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദിസ് ക്വസ്റ്റ്യൻ ഇസ് എനി മോർ റെലവെന്റ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് പാൻഡമിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്, അതുകൊണ്ടാണ് റീഹാബിലിറ്റേഷൻ പാക്കേജസ് ഒക്കെ വരുന്നത്. ഈ ഒരു റിട്ടേൺ സംഭവിച്ചതും ആ സമയത്താണ്. ഓക്കെ, സോ അത് ആ സ്പെസിഫിക്കിലേക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് റെലവെന്റ് ആയിട്ട് കേരള എക്കണോമിയിൽ എന്ത് സംഭവിക്കുന്നു അതാണ് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. ബട്ട് എനിവേ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ടേക്കേണ്ട ഇൻപുട്ട് എത്രയാണ്, വളരെ സ്പെസിഫിക് ആയിട്ട് കറണ്ട് ഡെവലപ്മെന്റ്സ് ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിൽ നിന്നുള്ള കാര്യങ്ങൾ അനാലിറ്റിക്കൽ ആയിട്ട് പിൻ പോയിന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റണം. അതല്ലാതെ ജസ്റ്റ് കേരള എക്കണോമിയുടെ പെരിഫറൽ ആയിട്ടുള്ള കാര്യം മാത്രം പഠിച്ചു പോയതുകൊണ്ട് യു കാൺ സ്കോർ ഐദർ ഇൻ ദ പ്രിലിംസ് നോർ ഇൻ ദ മെയിൻസ്. പ്രിലിംസ് എക്സാമിനേഷനിലെ മെയിൻസ് എക്സാമിനേഷനിലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പിൻ പോയിന്റ് ചെയ്ത് അത് പിക്ക് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ യു കനോട്ട് സ്കോർ. ഓക്കെ, അപ്പം അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ഒരു ഡീമോട്ടിവേഷൻ അല്ല, അങ്ങനെ പഠിക്കണം എന്ന് പറയുന്നതാണ്. ഓക്കെ, then what are the sources of Kerala government to raise revenue for financing the liability incurred through the KIFBI? Okay, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ഓക്കെ, സോ അതാണ് എന്തെന്ന് പറയുന്നത്, കിഫ്ബി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്തരത്തില് കേരള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ലൈക്ക് ലാർജ് സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് സെപ്പറേറ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ് കിഫ്ബി എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ട് കിഫ്ബിയെ ക്രിയേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 239. ഓക്കെ, ആർട്ടിക്കിൾ 239 പ്രകാരം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന കടത്തിന് മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് നല്ല ലിമിറ്റ് ഉള്ളൂ. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു സെപ്പറേറ്റ് ബോഡി ക്രിയേറ്റ് ചെയ്തു. ഈ ബോഡി എന്ത് ചെയ്യും, കടം വാങ്ങും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എടുക്കും. ഈ ബോഡി എന്ത് ചെയ്യും, ബോൺസ് ഇഷ്യൂ ചെയ്യും, ലൈക്ക് മസാല ബോൺസ് ഓർ ലൈക്ക് പബ്ലിക് ബോൺസ്. ഇത് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, ലൈക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ്. എന്നിട്ട് ഈ ഫണ്ട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്, ടു ബൈപാസ് ദിസ്. So what are the sources of the Kerala government to raise revenue for financing the liability incurred through the KIFBI? അപ്പോൾ ഈ കിഫ്ബി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലയബിലിറ്റി ആയിട്ട് മാറുന്നുണ്ട്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്,
ഈ പറയുന്ന ആർട്ടിക്കിൾ 239 അണ്ടർമൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഹ്യൂജ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നുണ്ട്. അത് ഇനീഷ്യലി നമുക്കൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഇൻ ഫ്യൂച്ചർ അതൊരു ലയബിലിറ്റി ആവും. നമ്മൾ അത് തിരിച്ചടക്കേണ്ട ബാധ്യത നമ്മുടെ മുകളിൽ വരുന്നുണ്ട്. അതൊരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ട് അത് മാറുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി മറികടക്കാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് റവന്യൂ സോഴ്സസ് എങ്ങനെ എൻഹാൻസ് ചെയ്യാം, ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. വളരെ അനാലിറ്റിക്കൽ ആയിട്ടുള്ള അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ദെൻ വാട്ട് ആർ ഇറ്റ്സ് ലിമിറ്റേഷൻസ്, അതും വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു ക്വസ്റ്റ്യന് ലൈക്ക് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കിഫ്ബി എന്താണെന്നുള്ള ഒരു ബേസിക് സാധനം പറയണം. ഈ തരത്തിൽ ആർട്ടിക്കിൾ 239 ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് പറയണം. ദെൻ ആൾട്ടർനേറ്റീവ് സോഴ്സസ് റവന്യൂസ് നമ്മൾ പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഇൻക്രീസ് അവർ ക്യാപിറ്റൽ റവന്യൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫ്രാസ്ട്രക്ചർ സെസ് ഇൻക്രീസ് ചെയ്യാം. ദെൻ വി ക്യാൻ ഡിമാൻഡ് ഫോർ മോർ സ്റ്റേറ്റ് ഷെയർ ഓഫ് ദി സെൻട്രൽ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സ്. നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, ടാക്സ് ഓരോ സ്റ്റേറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ടോട്ടൽ കേരള ഗവൺമെന്റിന് കിട്ടുന്ന ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഇൻ പ്രപ്പോർഷൻ ടു വാട്ട് വി ഗിവ് ടു ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിന് പ്രപ്പോർഷൻ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെന്റിനോട് ഡിമാൻഡ് ചെയ്യാം ഫോർ മോർ ഷെയർ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാം, റീപേയ്മെന്റ് എന്ത് ചെയ്യാൻ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് നമുക്ക് ടോൾ കളക്ട് ചെയ്യാം. ഓക്കെ, അതായത് കിഫ്ബിയുടെ അണ്ടറിലുള്ള ഡിഫറെന്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് നമുക്ക് എന്ത് ചെയ്യാം, ടോൾ കളക്ട് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഡൈവേർഷൻ ഓഫ് ദ ഫണ്ട് ഫ്രം കിഫ്ബി, അത് നമ്മൾ പ്രിവെന്റ് ചെയ്യണം. അതായത് കിഫ്ബിയിൽ നിന്ന് കിഫ്ബി വഴി നമ്മൾ എടുക്കുന്ന ഫണ്ട് മുഴുവൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യണം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യണം. കാരണം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ ടോൾ വഴിയൊക്കെ ആ ഫണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ റവന്യൂ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് സാലറി കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫ്യൂച്ചറിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻകം തിരിച്ച് ഗവൺമെന്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അത് പാടില്ല. ഓക്കെ, അത്തരത്തിലുള്ള റവന്യൂ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം, നമ്മൾ പ്രോഹിബിറ്റ് ചെയ്യണം. കിഫ്ബി വഴിയുള്ള റവന്യൂ അല്ലെങ്കിൽ ഇത്തരത്തിൽ കിഫ്ബി വഴി കിട്ടുന്ന ഫണ്ട് റവന്യൂവിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, വി ക്യാൻ ഇൻക്രീസ് അവർ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ വാട്ട് ആർ ദ ലിമിറ്റേഷൻ? ദ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി ആണ്. ഓക്കെ, കിഫ്ബി വഴി നമ്മൾ ഫണ്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് സസ്റ്റൈനബിലിറ്റിയെ നമ്മളെ ബാധിക്കും. കാരണം ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ ആർട്ടിക്കിൾ 239 ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അവിടെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവില്ല. ഇനി അതേപോലെ തന്നെ ലീഗൽ കോംപ്ലക്സിറ്റീസ് വിൽ ബി ദിയർ. ഓക്കെ, ലീഗൽ കോംപ്ലക്സിറ്റി ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് ലീഗൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്? ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റേറ്റിന്റെ ഫിസിക്കൽ പെർഫോമൻസിനെ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള റവന്യൂ ഡെഫിസിറ്റിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പം ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ കിഫ്ബി പോലെയുള്ള എക്സ്ട്രാ ബോഡീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫണ്ട് എടുക്കുന്നത് ഈ പറയുന്ന ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ടിന് എഗെയിൻസ്റ്റ് ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 239 എഗെയിൻസ്റ്റ് ആണ്. അതുകൊണ്ട് ഈ പറയുന്ന കിഫ്ബിയെ ചൊല്ലിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, കിഫ്ബി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ആർട്ടിക്കിൾ 239 വയലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് എടുക്കുന്നുണ്ട് എന്ന് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു, ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഫെഡറൽ ടെൻഷൻ എന്ത് ചെയ്യും, ഇത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെ ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതൊരു സസ്റ്റൈനബിൾ സോഴ്സിംഗ് മെക്കാനിസം അല്ല. കാരണം നമ്മളിത് കണ്ടിന്യൂസ് വാങ്ങിക്കൊണ്ടിരിക്കണം, ഇൻകം ജനറേഷൻ നടക്കുന്നില്ല. ഓക്കെ, സോ ഇതൊക്കെ ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിൽ കൊണ്ടുവരാം. അപ്പൊ ഒരുപാട് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ എന്ത് ചെയ്യാം, ഡിഫറെന്റ് രൂപത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാം. ഇനി ഒരുപാട് പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ബട്ട് എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വേർഡ് ലിമിറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, 35 വേർഡ്സിൽ. ഓക്കെ, ഐഡിയലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 50 വേർഡ്സ് ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ അതാണ് ചെയ്യാൻ പറ്റുക. കാരണം 3 മാർക്കിന് വന്നു കഴിഞ്ഞാൽ അതൊരു 35. ഇനി അതല്ല ഒരു 5 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1.5 പേജസ് കിട്ടാറുണ്ട്. കേസിന് എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ സ്പേസ് അല്ല പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ചില ക്വസ്റ്റ്യൻസിന് 1.5 പേജ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡയമെൻഷൻസ് എടുക്കുക, എന്നിട്ട് ഡിഫറെന്റ് രീതിയിൽ അതിനെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. വളരെ ഷോർട്ട് ആൻസർ ആയിട്ടും കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ആൻസർ ആയിട്ടും. ഓക്കെ, 50 വേർഡ്സിനും 100 വേർഡ്സിനും ഒക്കെ അത് എഴുതാൻ വേണ്ടിയിട്ട് യു ഷുഡ് ബി റെഡി. ഏത് രൂപത്തിലും ആ ചോദ്യം ചോദിക്കാം. 3 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ആ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, വരാവുന്നതാണ്. ഓക്കെ,
സോ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഫ്ബി ഡെപ്റ്റ് ഫൈനാൻസ്ഡ് എക്സ്പെൻഡിച്ചർ ഓഫറിംഗ് എ ലൈഫ് ലൈൻ ഡ്യൂറിംഗ് ഡിഫിക്കൽട്ട് ഫൈനാൻഷ്യൽ പീരീഡ്. അപ്പൊ കിഫ്ബി വഴി ഉണ്ടായിരുന്ന ആ ഒരു ഫണ്ടിങ് ചില സമയത്ത് ചില ക്രൈസിസ് പീരീഡിൽ നമുക്കതൊരു ലൈഫ് ലൈൻ ആയിരുന്നു. ഓക്കെ, സോ ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് 2021 ഓക്കെ, സോ 2021 ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾ അതിന് മുമ്പും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ കിഫ്ബി റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റ് വേഴ്സസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അതേപോലെ കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. ഇതിനൊക്കെ ചില പൊട്ടൻഷ്യലി നമുക്ക് എന്ത് ചെയ്യാം, പ്രിലിംസ് ആൻഡ് മെയിൻസിന് ചോദ്യം വരാം. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. കേരള സെൻട്രൽ ഡിസ്പ്യൂട്ട് ഓവർ സ്റ്റേറ്റ് ബോറോയിങ് പവർ എക്സ്പ്ലെയിൻഡ് 2024. So again it is in news. Okay, then Kerala to introduce toll on the കിഫ്ബി റോഡ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം, കിഫ്ബി വഴി ഉണ്ടാക്കിയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് എന്ത് ചെയ്യാം, ടോളുകൾ കളക്ട് ചെയ്യാം. റവന്യൂ ജനറേഷൻ എന്ത് ചെയ്യണം, കൂട്ടണം. വി ഹാവ് ടു എൻഹാൻസ് ഇറ്റ്. Then Kerala കിഫ്ബി approves 32 projects worth 743 crore. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ കിഫ്ബി ഈസ് ലൈക്ക് സ്റ്റിൽ റെലവെന്റ്, നമുക്ക് ഇനിയും ചോദ്യം വരാൻ ഈ സാധ്യതയുള്ള ഏരിയ ആണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം പ്രിപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ താങ്ക് യു. ഇനി അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഡെഫിനറ്റ്ലി നമ്മുടെ KS കോഴ്സിൽ നമ്മൾ എത്രത്തോളം ലൈക്ക് ഇൻ ഡെപ്ത് ആയിട്ട് വളരെ നന്നായിട്ട് KS എക്സാമിനേഷൻ അനലൈസ് ചെയ്തിട്ട് ആ രൂപത്തിലേക്ക് ഒരു സ്മാർട്ട് അപ്രോച്ച് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അവിടെ ഗിമിക്ക് ഒന്നും നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, KS എക്സാമിനേഷന്റെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കൃത്യമായിട്ടുള്ള സോഴ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ സ്പെസിഫിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അത് കവർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകളോ സെഷൻസ് ഒക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 7012173900 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ കോഴ്സസ് നിങ്ങൾക്ക് KSranker.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷെ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പേയ്മെന്റ് ഗേറ്റ് വേയുടെ ചാർജസും കൂടെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ നമ്പറിന്റെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ 11,000 തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് പർച്ചേസ് ചെയ്ത് നമുക്ക് പഠനം എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഓൾറെഡി ലൈക്ക് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ലൈക്ക് നമ്മൾ ഓൾറെഡി March 7 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതിനനുസരിച്ചിട്ട് ദേ ആർ ലൈക്ക് പ്രിപ്പയറിംഗ് വെരി വെൽ. ഓക്കെ, ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ആ ഒരു മൊമെന്റം ബാക്കിയുള്ളവരും കൂടെ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.